നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് അടുക്കത്ത് ബയൽ GUP സ്കൂളിൽ കവർച്ച. ഓഫീസ് റൂമിലെ അലമാര കുത്തി തുറന്ന് 5000 രൂപ കവർന്നു. ചെറുവത്തൂർ വീരമലക്കുന്നിടിഞ്ഞ് ദേശീയപാതയിൽ വീണു. വാഹനയാത്രികർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തെരുവ് കച്ചവടക്കാരെ ഇനിയും പുനരധിവസിപ്പിക്കാനായില്ല. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിട സമുച്ചയം. കേന്ദ്ര സർവകലാശാലയിലെ ഹിന്ദി ഗവേഷക വിദ്യാർത്ഥിനി റൂബി പട്ടേലിന്റെ മരണം. അന്വേഷണം ഊർജിതമാക്കണമെന്ന് സഹോദരി ഡോക്ടർ ആശാറാണി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ വിദ്വേഷ പ്രചരണം. കാസർഗോഡ് ജില്ലയിൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മഞ്ചേശ്വരം ദേശീയപാതയോരത്തെ കെട്ടിടങ്ങളിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നതായി പരാതി. ജനങ്ങൾ ആശങ്കയിൽ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് അടുക്കത്ത് ബയൽ GUP സ്കൂളിൽ കവർച്ച. ഓഫീസ് റൂമിലെ അലമാര കുത്തി തുറന്ന് 5000 രൂപ കവർന്നു. കുട്ടികളുടെ കാരുണ്യനിധി സമ്പാദ്യ പദ്ധതിയിലേക്ക് സ്വരൂപിച്ച തുകയാണ് കവർച്ച പോയത്. സ്കൂളിലെ CCTVയുടെ DVRും മോഷ്ടാവ് കൊണ്ടുപോയി. മഴക്കാലമായതോടെ ജില്ലയിൽ പലയിടങ്ങളിലുമായി കവർച്ചകളും പെരുകി. ഇത്തരത്തിൽ മഴയുടെ മറവിൽ കാസർഗോഡ് അടുക്കത്ത് ബയൽ GUP സ്കൂളിൽ കവർച്ചയുണ്ടായി. ജീവനക്കാർ രാവിലെ സ്കൂൾ തുറക്കുവാനെത്തിയപ്പോഴാണ് കവർച്ച വിവരമറിഞ്ഞത്. പരിശോധനയിൽ സ്കൂളിൻ്റെ ഓഫീസ് മുറിയിലെ അലമാര കുത്തി തുറന്ന് 5000 രൂപ കവർന്നതായി കണ്ടെത്തി. കുട്ടികളുടെ കാരുണ്യനിധി സമ്പാദ്യ പദ്ധതിയിലേക്ക് സ്വരൂപിച്ച തുകയാണ് കവർന്നത്. സ്കൂളിൽ CCTV സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ DVRും മോഷ്ടാവ് കൊണ്ടുപോയി. പാചകപ്പുരയിലെ 2 കത്തികൾ കാണാതായതായും സ്കൂൾ അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. രാത്രിയിലാകാം കവർച്ച നടത്തിയതെന്നാണ് അനുമാനിക്കുന്നത്. സ്കൂൾ ഓഫീസ് മുറിയുടെ പൂട്ട് തകർത്താണ് ഉള്ളിലേക്ക് പ്രവേശിച്ചത്. പൊട്ടിയ പൂട്ടും തകർക്കുവാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഇരുമ്പിൻ്റെ കഷണവും ഒരു കത്തിയും സ്കൂൾ ഗാർഡനിൽ വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരുൾപ്പെടെ സ്കൂളിലെത്തി തെളിവുകൾ ശേഖരിച്ചു. നഗരമധ്യത്തിലെ സ്കൂളിൽ നടന്ന മോഷണം നാടിനെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ വീരമലക്കുന്നിടിഞ്ഞ് ദേശീയപാതയിൽ വീണു. വാഹനയാത്രികർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ദേശീയപാതയിലെ ഗതാഗതം കാടങ്കോട് മടക്കര വഴി തിരിച്ചുവിട്ടു. ബുധനാഴ്ച രാവിലെ 10:20ഓടെയാണ് നിർമ്മാണത്തിലിരിക്കുന്ന 4-വരി പാതയും സർവീസ് റോഡും മൂടുന്ന തരത്തിൽ ദേശീയപാത നിർമ്മാണ ഭാഗമായി കുന്നിടിച്ച പടിഞ്ഞാറ് ഭാഗത്ത് ചളി നിറഞ്ഞ ചരൽമണ്ണും പാറക്കഷ്ണങ്ങളും പതിച്ചത്. നീലേശ്വരം ഭാഗത്തു നിന്നും ചെറുവത്തൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന പടന്നക്കാട് SNTTIയിലെ അധ്യാപിക കാഞ്ഞങ്ങാട് സ്വദേശി സിന്ധു ഹരീഷിന്റെ കാറിലേക്ക് ചളിയും ചരൽമണ്ണും വീണു. അധ്യാപികയുടെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത്. റോഡിലേക്ക് ചരൽമണ്ണ് വീഴുന്നത് കണ്ട ഉടൻ കാർ നിർത്തിയാണ് അവർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. എങ്കിലും ഇടിഞ്ഞിറങ്ങിയ ചരൽമണ്ണും ചളിയും കാറിനെ 2ാം പാതയിലേക്ക് നീക്കിക്കൊണ്ടുപോയി. മറ്റൊരാൾ സ്കൂട്ടർ യാത്രികൻ പടന്നക്കാട്ടെ സുധീഷാണ്. കുന്നിടിയുന്നതിന് തൊട്ടുമുൻപ് ഇയാളുടെ സ്കൂട്ടർ കടന്നിരുന്നു. തുടർന്ന് നാട്ടുകാരും തൃക്കരിപ്പൂർ അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്ന് കാറിൽ കുടുങ്ങിയ അധ്യാപികയെ പുറത്തിറക്കുകയായിരുന്നു. ഏകദേശം 10 മണിയോടുകൂടിയാണ് ഈ അപകടം നടന്നത്. അപ്പോൾ നീലേശ്വരം ഭാഗത്തു നിന്നും ഒരു കാറും ഒരു സ്കൂട്ടറും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടിയുന്നത് കണ്ടിട്ട് ഈ 2 വാഹനവും സൈഡിലേക്ക് മാറ്റുകയും അവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് ആൾക്കാർ എത്തുകയും റോഡ് ബ്ലോക്ക് ചെയ്യുകയും മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഉടൻ തന്നെ ഫയർഫോഴ്സും മറ്റു ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വിജയഭാരത് റെഡ്ഡി, DYSP ബാബു പെരിങ്ങേത്ത്, M രാജഗോപാലൻ MLA, അഗ്നിരക്ഷാസേന തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരൻ, ചീമേനി പോലീസ് ഇൻസ്പെക്ടർ K മുകുന്ദൻ, ചന്ദേര പോലീസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള തുടങ്ങിയവർ ഉൾപ്പെടെ സ്ഥലത്തെത്തി. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ നിർമ്മാണം പൂർത്തിയാക്കിയ കേന്ദ്രത്തിലേക്ക് തെരുവ് കച്ചവടക്കാരെ ഇനിയും പുനരധിവസിപ്പിക്കാനായില്ല. 28 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നഗരസഭ പുനരധിവാസ കേന്ദ്രം നിർമ്മിച്ചത്. ഈ കെട്ടിട സമുച്ചയം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയതോടെ നഗരത്തിലെത്തുന്നവർക്ക് വലിയ ഭീഷണിയായി മാറുകയാണ്.
കച്ചവടക്കാർക്കുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിട സമുച്ചയമാണ് 28 ലക്ഷം രൂപ ചിലവഴിച്ച് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നഗരസഭ നിർമ്മിച്ചത്. 2022 ഇതിന്റെ പണി തുടങ്ങിയത്. തുടക്കത്തിൽ ഇതിനെതിരെ ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും പ്രതിഷേധമുയർന്നിരുന്നു. കെട്ടിടം സ്റ്റാൻഡിലെ സൗകര്യം കുറയ്ക്കുമെന്ന പരാതിയായിരുന്നു ഇവർ ഉന്നയിച്ചത്. ഇതോടെ 60 പേർക്കുള്ള സ്റ്റാളുകൾ നിർമ്മിക്കുവാനുള്ള പദ്ധതി നഗരസഭ ഉപേക്ഷിച്ചു. പിന്നീട് പല കാരണങ്ങളാൽ പണി നീണ്ടുപോവുകയും അവസാനം 33 കടമുറികളുള്ള കെട്ടിട സമുച്ചയം നിർമ്മിക്കുകയുമായിരുന്നു. പഴയ ബസ് സ്റ്റാൻഡിലും ജനറൽ ആശുപത്രിക്ക് മുൻപിലുമായി റോഡരികിൽ കച്ചവടം ചെയ്യുന്നവരെയാണ് ഈ കെട്ടിടത്തിലേക്ക് പുനരധിവസിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ നിർമ്മാണ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കി 2 വർഷത്തിലേറെയായെങ്കിലും ഇതെങ്ങുമെത്തിയില്ല. കച്ചവടക്കാരുടെ എതിർപ്പായിരുന്നു കാരണം. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും മാറിയാൽ ഇപ്പോൾ ലഭിക്കുന്ന കച്ചവടം കിട്ടില്ല എന്നതായിരുന്നു വ്യാപാരികൾ ഉന്നയിച്ച തടസ്സം. എന്നാൽ പഴയ ബസ് സ്റ്റാൻഡിൽ കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും തടസ്സം സൃഷ്ടിച്ചുള്ള കച്ചവടം അനുവദിക്കാനാവില്ലെന്ന അധികൃതരുടെ നിലപാട് കച്ചവടക്കാരെ അറിയിക്കുകയും ചർച്ചയിലൂടെ സമവായം കണ്ടെത്തുകയും ചെയ്തിരുന്നു. വികസനമെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കെട്ടിട സമുച്ചയം നിർമ്മിച്ചതെങ്കിലും ഇങ്ങോട്ടേക്ക് മാറിയാൽ കച്ചവടക്കാർക്ക് മെച്ചമുണ്ടാകില്ലെന്നും ഇക്കാര്യം തങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായും വഴിയോര വ്യാപാരി യൂണിയൻ CITU കാസർഗോഡ് ഏരിയ സെക്രട്ടറി A. നാരായണൻ പറഞ്ഞു. വികസനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ വികസനത്തിന് തൊഴിലാളികൾ എതിരുമല്ല, യൂണിയനും എതിരല്ല. എന്നല്ല, വികസനം മാത്രമല്ല അതിൻ്റെ പിന്നിലുണ്ടായത്. കുറച്ച് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് യൂണിയൻ അതിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതും അതോടൊപ്പം നിയമ നടപടിയിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടായത്. അങ്ങനെ നിയമ നടപടിയിലേക്ക് പോയതിനു ശേഷം തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാടാണ് ബന്ധപ്പെട്ട അധികാരികളെടുത്തത്. അങ്ങനെ അധികാരികളുമായി ബന്ധപ്പെട്ട് മുനിസിപ്പൽ ചെയർമാനുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ മുനിസിപ്പൽ ചെയർമാനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട 6 തൊഴിലാളികൾക്ക് പുതിയ ബസ് സ്റ്റാൻഡിലെ ഒരു പ്രത്യേകം സ്ഥലം കണ്ടെത്തി അവർക്ക് അല്പമെങ്കിൽ കച്ചവടം കിട്ടുന്ന നിലയിലേക്കുള്ള ഒരു സ്ഥലം കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പുനരധിവസിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. കെട്ടിടമൊരുങ്ങിയിട്ടും കച്ചവടക്കാരെ മാറ്റുന്ന കാര്യത്തിൽ വിയോജിപ്പുകൾ ഉണ്ടായതുൾപ്പെടെയുള്ള കാരണങ്ങളാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെങ്കിലും ഇത് പരിഹരിക്കുവാൻ സാധിക്കാത്ത വിഷയമല്ല. മുറികൾ തുറന്നു നൽകുന്നത് വൈകുന്തോറും ഈ കെട്ടിട സമുച്ചയം നാശത്തിലേക്കാണ് നീങ്ങുന്നത്. രാത്രി നേരങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ ഒത്തുകൂടുന്ന കേന്ദ്രം കൂടിയായി ഇവിടം മാറിയതോടെ നഗരത്തിലെത്തുന്നവർക്ക് അത് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിനായി ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിട സമുച്ചയമാണ് ഉദ്ദേശ ലക്ഷ്യത്തിലേക്കെത്താതെ നാശത്തിലേക്ക് നീങ്ങുന്നത്. തടസ്സങ്ങൾ എന്തുണ്ടായാലും അത് പരിഹരിച്ച് ഈ കടമുറികൾ തുറന്നു നൽകുവാൻ നഗരസഭയുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. ക്യാമറമാൻ ഗണേഷ് പൈക്കയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. കേന്ദ്ര സർവകലാശാലയിലെ ഹിന്ദി ഗവേഷക വിദ്യാർത്ഥിനി ഒഡീഷ ബാർഗ സ്വദേശിനി റൂബി പട്ടേലിനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അന്വേഷണം ഊർജിതമാക്കണമെന്ന് സഹോദരി ഡോക്ടർ ആശാ റാണി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പെരിയ കേന്ദ്ര സർവകലാശാലയിൽ ഹിന്ദി ഗവേഷക വിദ്യാർത്ഥിനി ഒഡീഷ ബാർഗ സ്വദേശിനി റൂബി പട്ടേലിനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് സഹോദരി ഡോക്ടർ ആശാ റാണി ആവശ്യപ്പെട്ടു. CBI അന്വേഷണം ശുപാർശ ചെയ്ത് സർവകലാശാലയുടെ ആഭ്യന്തര അന്വേഷണ സമിതി കേസ് അവസാനിപ്പിക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് കുറഞ്ഞത് 5 തവണയെങ്കിലും സർവകലാശാലയ്ക്ക് കത്തെഴുതിയെങ്കിലും മറുപടി ലഭിച്ചില്ല എന്നും ഡോക്ടർ ആശാ റാണി കൂട്ടിച്ചേർത്തു. I requested to do the internal investigation of the to know the sole reason behind this extreme step taken by my sister. But later on, I did not get any response. Around 5 times I have sent mail, but I didn't get any response. Even at least they would have replied me like they cannot share the report with me for some so and so reason. Nothing. I didn't get reply. When I'm here here physically present here in the university campus, I'm getting very good responses. But the moment I'm leaving from the university, it's very unfortunate to say like I'm not giving a good kind of responses from here. So this is very unfortunate thing. We have lost our precious life of my sister, and that is not only losing life of a family member, that is losing peace of each and everyone every day. Since it is 1 year over, we are feeling like the same day is here. We are not able to forget the moment and all the scenes, all the memories, everything. But at least they can't give us back to my sister, but at least they can cooperate me for all these things.
സഹോദരി ഭർത്താവ് ഡോക്ടർ കുലേശ്വർ സാഹുവും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെതിരെ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായ വിദ്വേഷ പ്രചരണം. കാസർഗോഡ് ജില്ലയിൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ബേക്കൽ, കുമ്പള, നീലേശ്വരം പോലീസ് സ്റ്റേഷനുകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായ വിദ്വേഷ പ്രചാരണം നടത്തിയതിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വിദ്വേഷ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബേക്കൽ, കുമ്പള, നീലേശ്വരം പോലീസ് സ്റ്റേഷനുകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അബ്ദുള്ള കുഞ്ഞി, ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഫായിസ് തൊട്ടി, നീലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റഷീദ് മൊയ്തു എന്നിവർക്കെതിരെയാണ് നടപടി. അബ്ദുള്ള കുഞ്ഞിയും റഷീദ് മൊയ്തുവും ഫേസ്ബുക്കിലൂടെയാണ് അപകീർത്തികരമായ പോസ്റ്റുകൾ പങ്കുവച്ചതെന്നും ഫായിസ് വാട്സപ്പ് സ്റ്റാറ്റസ് വഴിയാണ് വിദ്വേഷ പ്രചാരണത്തിൽ പങ്കുചേർന്നതെന്നും പോലീസ് പറഞ്ഞു. ഫായിസ് തൊട്ടി, റഷീദ് മൊയ്തു എന്നിവർ വിദേശത്താണ്. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അബ്ദുള്ള കുഞ്ഞിയെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ദേശീയപാതയോരത്തെ ക്വാർട്ടേഴ്സ്, വീട്, കെട്ടിടങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നതായി പരാതി. കുന്നിൽ ജുമാപ്പള്ളി പരിസരം, KJM റോഡ്, കുന്നിൽ സ്കൂൾ റോഡ്, ബഡാജി ചൌക്കി എന്ന സ്ഥലത്തെ ക്വാർട്ടേഴ്സ്, രാഗം ജംഗ്ഷന് സമീപത്തെ കെട്ടിടം എന്നിവിടങ്ങളിൽ നിന്നും പൊതുസ്ഥലത്തേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതായുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. മഞ്ചേശ്വരം ദേശീയപാതയോരത്തെ ക്വാർട്ടേഴ്സ്, വീട്, കെട്ടിടങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത്. കുന്നിൽ ജുമാപ്പള്ളി പരിസരം, KJM റോഡ്, കുന്നിൽ സ്കൂൾ റോഡ്, ബഡാജെ ചൌക്കി എന്ന സ്ഥലത്തെ ക്വാർട്ടേഴ്സ്, രാഗം ജംഗ്ഷന് സമീപത്തെ കെട്ടിടം എന്നിവിടങ്ങളിൽ നിന്നും പൊതുസ്ഥലത്തേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതായുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. അടുക്കള മാലിന്യങ്ങളും കക്കൂസ് മലിനജലവുമെല്ലാം നേരിട്ട് പൊതുസ്ഥലത്തേക്ക് ഒഴുക്കുന്നത് സമീപവാസികൾക്ക് വലിയ ദുരിതമാണ് നൽകുന്നത്. വീടുകൾക്ക് സമീപത്തായി മലിനജലം ചാലുകളിലൂടെയും റോഡുകളിലൂടെയും ഒഴുകുന്നതിനാൽ ഇവിടങ്ങളെല്ലാം ദുർഗന്ധപൂരിതമാണ്. കുട്ടികൾ മലിനജലത്തിൽ ചവിട്ടിയാണ് സ്കൂളുകളിലേക്കുൾപ്പെടെ നടന്നു പോകുന്നത്. ഈ അവസ്ഥ തുടരുന്നത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുവാൻ കാരണമാകുമെന്ന ആശങ്ക ഉയർത്തുന്നു. പഞ്ചായത്തിനും ആരോഗ്യവകുപ്പ് അധികൃതർക്കും വിഷയത്തിൽ നിരവധി തവണ പരാതി നൽകിയതായും ഇതുവരെ മതിയായ നടപടിയൊന്നും സ്വീകരിച്ചില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിൽ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും പരിശോധന നടത്തി നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് ഫ്ലാറ്റുകളുണ്ട്. ഈ മഴക്കാലത്ത് എന്താക്കുന്ന പറഞ്ഞാൽ ഈ ഫ്ലാറ്റിൻ്റെ ആൾക്കാർ ഈ മറ്റേ ഡ്രെയിനേജ്, മറ്റേ ഈ ടോയ്ലറ്റിൻ്റെ വെള്ളം, ടോയ്ലറ്റിൽ കുറച്ച് ഓവർഫ്ലോട്ട് ആവും. അതിൻ്റെ വെള്ളത്തിന് അവിടെ മീതൊന്ന് ഓപ്പനാക്കി കൊടുക്കും. എല്ലാം ഹാൻഡ് വാഷ് ആക്കിയത് ബാക്കി വെള്ളമെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം അവർ ചെറിയ കുണ്ടെടുത്തിട്ട് വെക്കും. അത് മഴക്കാലം ആകുമ്പോൾ അതിന് ഓപ്പൺ ആക്കി അവരെ ഫ്ലാറ്റിൻ്റെ ഭാഗത്ത് ചെറിയ തോടെല്ലാം ഇരിക്കും, അതിലേക്ക് കണക്ഷൻ ആക്കിയിട്ട് അവർ കൊടുക്കും. ഇത് നടന്നു പോകുന്നവർക്ക്, ഇത് റോഡിലേക്കാണ് വരുന്നത്, അത് നടന്നു പോകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നടന്നു പോകുന്നവർക്ക്, കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോകുന്നവർക്ക് ഈ വെള്ളം ചവിട്ടി പോകുമ്പോൾ കാലിൻ്റെ അലർജി ഇങ്ങനെല്ലാം ഉണ്ടാവും. ഇതിലൊക്കെ നടപടി എടുക്കേണ്ടത് പഞ്ചായത്തായിട്ടിരിക്കുന്നു. എല്ലാ വാർഡിലും, ആ വാർഡ് ഈ വാർഡല്ല, ഫ്ലാറ്റ് ഏടെല്ലാം ഉണ്ട്, ആടെല്ലാം ഈ പ്രശ്നമാണ് ഉള്ളത്. അപ്പോൾ ആയതുകൊണ്ട് ഇതിലൊക്കെ ബന്ധപ്പെട്ട പഞ്ചായത്തിൻ്റെ അധികൃതരും അതുപോലെ ഇതിലൊക്കെ ബന്ധപ്പെട്ട ഓഫീസർമാരും ഇതിലൊക്കെ ഒരു നടപടി ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സന്നദ്ധ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും വിഷയത്തിൽ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ദേലമ്പാടി പരപ്പയിൽ കാട്ടാന ആക്രമണത്തിൽ തെങ്ങുകളും കവുങ്ങുകളും നശിച്ചു. പരപ്പ ഷമീറിന്റെ ഉടമസ്ഥതയിലുള്ള 5 വർഷം പ്രായമായ 25ഓളം തെങ്ങുകളും 20ലധികം കവുങ്ങുകളുമാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. ദേലമ്പാടി പരപ്പ പൊക്ലമൂലയിൽ കാട്ടാന ആക്രമണത്തിൽ പ്രദേശവാസിയായ ഷമീറിന്റെ ഉടമസ്ഥതയിലുള്ള 5 വർഷം പ്രായമായ 25ഓളം തെങ്ങുകളും 20ലധികം കവുങ്ങുകളും നശിച്ചു. എല്ലാ തെങ്ങിൻ്റെയും പൂക്കുലയും ഇളം തിരിയുമാണ് കാട്ടാന പിഴുതെടുത്ത് ഭക്ഷണമാക്കിയത്. വനം വകുപ്പിനെ അറിയിച്ചുവെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതിയുണ്ട്. ദിവസങ്ങളായി കാട്ടാന ഈ പ്രദേശങ്ങളിൽ വിഹരിക്കുകയാണ്. രാത്രി 1 മണി വരെ ഷമീറും സുഹൃത്തുക്കളും കാവൽ നിന്നിരുന്നു. അതിനുശേഷമാണ് ആനകൾ എത്തിയത്. വനം വകുപ്പ് അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും സ്ഥലം സന്ദർശിച്ച മുസ്ലിം ലീഗ് ഉദുമ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KB മുഹമ്മദ് കുഞ്ഞി അധികാരികളോട് ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി MK അബ്ദുൽ റഹ്മാൻ ഹാജി, മുളിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് BM അബൂബക്കർ ഹാജി, ജനറൽ സെക്രട്ടറി മൻസൂർ മല്ലത്ത്, ദേലമ്പാടി പഞ്ചായത്ത്
പ്രസിഡന്റ് CH അഷ്റഫ് ഹാജി എന്നിവരും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി CPM ബദിയടുക്ക ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ മൗനജാഥ സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. CPM ബദിയടുക്ക ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മൗനജാഥ നടത്തി. ജാഥയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. CPM ഓഫീസ് പരിസരത്ത് സമാപിച്ച ജാഥയിൽ ലോക്കൽ സെക്രട്ടറി ശ്രീകാന്ത്, മഹിളാ കമ്മിറ്റി അംഗം വത്സല, DYFI ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത്, മേഖലാ പ്രസിഡന്റ് ശരത്, കൃഷ്ണൻ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു. സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളായിരുന്നില്ല VS ചെയ്തിരുന്നത്. ഒരു നിറയൗവനം നിറഞ്ഞു നിൽക്കുന്ന ഒരു യുവാവിനെ പോലെ ഈ രാജ്യത്തെ, ഈ നാടിന്റെ തെരുവിലാകെ നടന്നുകൊണ്ട് ആ നാട്ടിലെ എല്ലാത്തരം ജനങ്ങളെയും, കുഞ്ഞുങ്ങളെ തൊട്ട് ഏറ്റവും പ്രായമുള്ള ആളുകളെ വരെ ആവേശം ജ്വലിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചും അവരുടെ അവകാശങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും നടന്ന ഒരു സഖാവായിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ VS എന്ന രണ്ടക്ഷരം ഒരു സമരമായി തീർന്ന ഓർമ്മകൾക്ക് മുന്നിൽ പ്രവർത്തകർ തങ്ങളുടെ നേതാവിന്റെ വിയോഗത്തിലെ വേദന പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സാരി ഉപയോഗിച്ച് കെട്ടിയ ഊഞ്ഞാലാടുന്നതിനിടെ കഴുത്തിൽ കുരുങ്ങി 12 വയസ്സുകാരൻ മരണപ്പെട്ട സംഭവം നാടിന്റെ വേദനയായി. കാസർഗോഡ് 4 മൈലിലാണ് സംഭവം. ആന്ധ്രാപ്രദേശ് ചിറ്റൂർ സ്വദേശിയും 4 മൈലിൽ താമസക്കാരനുമായ മസ്താന്റെ മകൻ ഉമ്മർ ഫാറൂഖാണ് ദാരുണമായി മരണപ്പെട്ടത്. മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത സമയത്ത് 4 മൈലിലെ ക്വാർട്ടേഴ്സിലാണ് സംഭവം നടന്നത്. കൂലിപ്പണിക്കാരനായ പിതാവ് മസ്താൻ ജോലിക്കും മാതാവ് നസ്രീൻ കടയിലും പോയിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഉമ്മർ ഫാറൂഖ് മാതാവിന്റെ സാരിയെടുത്ത് ഊഞ്ഞാൽ കെട്ടി കളിക്കുകയായിരുന്നു. ഇതിനിടെ അബദ്ധത്തിൽ സാരി കഴുത്തിൽ കുരുങ്ങുകയും ശ്വാസം മുട്ടി മരണപ്പെടുകയുമായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് മച്ചമ്പാഴയിലെ കിട്ടൻകുണ്ടി പ്രദേശത്ത് മാലിന്യ സംസ്കരണ യൂണിറ്റ് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ ആക്ഷൻ കമ്മിറ്റി രംഗത്ത്. തീരുമാനത്തിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് അധികാരികളും ബന്ധപ്പെട്ടവരും പിന്മാറണമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2005-ൽ ക്ലീൻ കേരള മിഷൻ മുഖേന ഖരമാലിന്യ സംസ്കരണം ആരംഭിച്ചതിന് ശേഷം പൊതുജന പ്രക്ഷോഭത്തെ തുടർന്ന് ഖരമാലിന്യ സംസ്കരണ പദ്ധതി നിർത്തലാക്കിയ പ്രദേശത്ത് തന്നെയാണ് പുതിയ ഡയപ്പർ സംസ്കരണ യൂണിറ്റും തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിലെ ജനപ്രതിനിധികളുമായോ നാട്ടുകാരുമായോ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായോ ബന്ധപ്പെട്ട അധികാരികൾ യാതൊരുവിധ കൂടിയാലോചനകളും നടത്താതെയാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും അടക്കം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തു കൂടിയാണ് നിയുക്ത പദ്ധതി പ്രദേശത്ത് എത്തിച്ചേരേണ്ടത്. 4 വാർഡുകളിലായി 300-ലധികം വീടുകളുള്ള ജനവാസ മേഖലയാണ് ഈ പ്രദേശം. പൊതുജനങ്ങൾ കിട്ടൻകുണ്ടിയിൽ കുടിവെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്ന തോടിനോട് ചേർന്നുള്ളതുമാണിത്. പദ്ധതിക്കെതിരെ പൊതുജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി സർവകക്ഷി യോഗം ചേർന്ന് ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പൊതുജനാരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന പദ്ധതി യാതൊരു കാരണവശാലും അനുവദിക്കുവാൻ പാടില്ല എന്നാണ് ജനകീയ സമിതിയുടെ തീരുമാനമെന്നും പൊതുജനാരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന പദ്ധതിയിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാറി പ്രദേശത്തുകാരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. 3,40,00,000 ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി തുറക്കുന്നു ഫസ്റ്റ് ഇയർലി. ഇത് കുറേ കഴിയുമ്പോൾ, ഇത് ഇംപ്ലിമെൻറ്റേഷൻ കഴിയുമ്പോൾ കോടികളേലും നീടാം. ഇത് ഗവൺമെൻറ് ഫണ്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടുണ്ട്, ലോക ബാങ്കിൻ്റെ ഫണ്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞേക്കണം. അങ്ങനെ ആണെങ്കിൽ അത് വലിയൊരു അഴിമതികൾ കൂട്ടി നിൽക്കാൻ വേണ്ടി ഒരു പ്രൊജക്റ്റായി മാറും. മാത്രമല്ല ഞങ്ങൾക്ക് ആ നാട്ടിൽ ഉൾക്കൊള്ളാനും കഴിയില്ല. 4 വാർഡ് ഏകദേശം 700-800 വീടുണ്ട്. ഇല്ലാത്ത തരത്തിൽ തിക്കിസ്റ്റ് ഏരിയയാണ്. അത് കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ട് ഇറക്കുന്ന സ്ഥലത്ത് ഇവിടെ എവിടേക്കുള്ളത് ഗ്രാമപഞ്ചായത്തിലുള്ളത് 1 ഏക്കർ 50 സെൻറ്റ് സ്ഥലമാണ്. ഈ ജെൻഡ് പർപ്പസ് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് 5 ഏക്കർ സ്ഥലം വേണം. ചുറ്റുഭാഗത്തുള്ള എല്ലാ സ്ഥലവും പ്രൈവറ്റാണ്. തൊട്ട് പള്ളക്ക് വഴി കുടിക്കുന്ന സോഴ്സുള്ള ഒരു പയമുണ്ട്, ഏകദേശം 100 മീറ്ററിനിടയിൽ. രഹസ്യമായ പ്ലാന് ഇവിടുന്ന് കിട്ടുന്ന വേസ്റ്റ് വെള്ളം അണ്ടർഗ്രൗണ്ട് ഉപയോഗിക്കാൻ ആ റിവറിന് വിടാൻ വേണ്ടിയുള്ള പറഞ്ഞേക്കുന്നു. ഇതൊക്കെ ഉള്ളൊരു വലിയൊരു വിപത്താണ് ഞങ്ങൾക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് ആ ആക്ഷൻ സമിതി അടുത്ത വെള്ളിയാഴ്ച 4 മണിക്ക് ആ നാട്ടിൽ കൺവെൻഷൻ വിളിച്ചിരിക്കുകയാണ്. PH അബ്ദുൽ ഹമീദ് ബഡാജെ, ആരിഫ് മച്ചമ്പാടി, ഖലീൽ പച്ചൽ, അബ്ദുൽ റസാഖ് കിട്ടൻകുണ്ടി, P അബൂബക്കർ സിദ്ദിഖ്, P മുഹമ്മദ്, അബ്ദുൽ റഹ്മാൻ പുച്ചത്തുബയൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ഹോസ്ദുർഗ് ശ്രീ മാരിയമ്മ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവം 2025 സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ തീയതികളിലായി നടക്കും. ഇതിനു മുന്നോടിയായി ലഘുപത്രികയും റെസിപ്റ്റ് പുസ്തകവും ഉഷപൂജ നേരത്ത് ദേവിക്ക് സമർപ്പിച്ചു. ഹോസ്ദുർഗ് ശ്രീ മാരിയമ്മ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവം 2025 സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ തീയതികളിലാണ് നടക്കുന്നത്. 11 ദിവസങ്ങളിലായാണ് മഹോത്സവം നടക്കുന്നത്. ഇതിനു മുന്നോടിയായി ലഘുപത്രികയും റെസിപ്റ്റ് പുസ്തകവും ഉഷപൂജ നേരത്ത് ദേവിക്ക് സമർപ്പിച്ചു. തുടർന്ന് പ്രാർത്ഥനയോടുകൂടി ക്ഷേത്ര മേൽശാന്തിയും നവരാത്രി ആഘോഷ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരികളിലൊരാളുമായ പുതുമന സുബ്രഹ്മണ്യ നമ്പൂതിരിയിൽ നിന്നും ക്ഷേത്ര ദർശന പാത്രി HS ദയാനന്ദയുടെ സാന്നിധ്യത്തിൽ നവരാത്രി ആഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഗണേഷ് സി, ജനറൽ സെക്രട്ടറി HN രാജേഷ്, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ഹരീഷ് മാസ്റ്റർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അജയൻ K, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ചെയർമാൻ ബാബു H, വൈസ് പ്രസിഡന്റുമാരായ അശോക് ഹെഗ്ഡെ, രാധാകൃഷ്ണൻ, വിജയകുമാർ, വിവേക് ബാബു, ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത് ഭണ്ഡാരി, ഫിനാൻസ് കൺവീനർ HS ഭട്ട്, ഫുഡ് കൺവീനർ വിവേകാനന്ദ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങളും മാരിയമ്മ സേവാ സമിതി വൈസ് പ്രസിഡന്റ് പ്രീതം HP, സെക്രട്ടറി രാജേഷ് H, മാതൃസമിതി അധ്യക്ഷ ഹർഷിത, സെക്രട്ടറി സീന അനിൽ, എല്ലാ എക്സിക്യൂട്ടീവ് ഭാരവാഹികളും അംഗങ്ങളും ക്ഷേത്രഗോപുര കമ്മിറ്റി സെക്രട്ടറി ഗംഗാധര TPയും എക്സിക്യൂട്ടീവ് ഭാരവാഹികളും ക്ഷേത്ര ജീവനക്കാരും ഭക്തജനങ്ങളും ചേർന്ന് ലഘുപത്രികയും റെസിപ്റ്റ് പുസ്തകവും ഏറ്റുവാങ്ങി. തുടർന്ന് നവരാത്രി ലഘുപത്രിക വിതരണവും ധനസമർപ്പണവും നടന്നു. ആദ്യ ധനസമർപ്പണം പച്ചക്കറി സൺസ് ഉടമ H ഗുരുദത്ത് പൈ, റീന പവിത്രൻ, ബാലകൃഷ്ണൻ, ബാബുരാജ്, ഗംഗാധരൻ TP, അശോകൻ ചേതന, വിവേക് ബാബു, നളിനി, ഹർഷിത, ശോഭ, ജലജ എന്നിവരിൽ നിന്നും ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി ധനസമർപ്പണം മേൽശാന്തി ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പുന്നപ്ര വയലാർ സമരനായകൻ തുടങ്ങി നിരവധി മേഖലയിൽ പ്രവർത്തിച്ച് ജനകീയനായി മാറിയ VS അച്യുതാനന്ദന്റെ നിര്യാണം. CPM കിഴക്കുംകരയിൽ അജാനൂർ ഫസ്റ്റ് ലോക്കൽ കമ്മിറ്റി സർവകക്ഷി അനുശോചന യോഗം നടത്തി. CPM മുൻ പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ്, പുന്നപ്ര വയലാർ സമരനായകൻ തുടങ്ങി നിരവധി മേഖലയിൽ പ്രവർത്തിച്ച് ജനകീയനായി മാറിയ VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി CPMന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഏരിയയിൽ നിരവധി അനുശോചന യോഗങ്ങൾ നടത്തി. കിഴക്കുംകരയിൽ അജാനൂർ ഫസ്റ്റ് ലോക്കൽ കമ്മിറ്റി നടത്തിയ സർവകക്ഷി അനുശോചന യോഗത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗം K വിശ്വനാഥൻ അധ്യക്ഷനായി. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജ്മോഹൻ, വിവിധ കക്ഷി നേതാക്കളായ KV കൃഷ്ണൻ, V കമാരൻ, PV ബാലകൃഷ്ണൻ, ശിവജി വെള്ളിക്കോത്ത്, MV നൌഷാദ്, ദേവി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. CPIM അജാനൂർ ഫസ്റ്റ് ലോക്കൽ സെക്രട്ടറി MV രാഘവൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ നേതൃയോഗം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ നേതൃയോഗം സത്യസേവാ സംഘർഷ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പോലും അറിയാത്ത ഏതോ ഒരു കാരണത്തിന്റെ പേരിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി രാജിവെക്കേണ്ടി വരികയാണ്. പ്രധാനമന്ത്രിയുമായി അഭിപ്രായ വ്യത്യാസമാണ് എന്ന് ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോഴും ദേശീയ മാധ്യമങ്ങൾ മിണ്ടിയിട്ടില്ല. കോൺഗ്രസിന്റെ ഞാൻ ഓർക്കുന്നുണ്ട്, കർണാടകയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഏതോ ഒരു ബൂത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി രാജിവെച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത വരിക. അപ്പൊ ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം കർണാടകയിലെ യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റികളൊക്കെ ഉണ്ടല്ലോ. അതുവരെ വാർത്തയാകും. ഏത് കർണാടകയിലെ യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് രാജിവെച്ചത് വാർത്ത. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി രാജിവെച്ചത് വാർത്തയാകുന്നില്ല. എന്തൊരു അപകടകരമായ സാഹചര്യത്തിലൂടെ നമ്മൾ രാജ്യം പോകുന്നു. രണ്ടപകട രാഷ്ട്രീയ അക്രമങ്ങൾക്കെതിരെയുള്ള സന്ദേശം നൽകാനാണ് രാജ്യസഭയിലേക്ക് MP-മാരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നതെങ്കിൽ ആദ്യം പരിഗണിക്കേണ്ട പേര് ബോംബേറിൽ കാല് നഷ്ടപ്പെട്ട ഡോക്ടർ അസ്നയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ജില്ലയിലെ മുഴുവൻ വാർഡ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളും ആഗസ്റ്റ് 9 മുന്നോടിയായി രൂപീകരിക്കാൻ തീരുമാനിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. TCC പ്രസിഡന്റ് PK ഫൈസൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി കോടിയാട്ടം,
OJ ജനീഷ്, അനു താജ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമോൻ ജോസഫ്, VP അബ്ദുൾ റഷീദ്, DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ, DCC സെക്രട്ടറി PV സുരേഷ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CM ഉനൈസം, റിനോ പി രാജൻ, ഷോണി കെ തോമസ്, രാജേഷ് തമ്പാൻ, വിനോദ് കപ്പിത്താൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സാംസ്കാരിക സ്ഥാപനങ്ങളെ CPM രാഷ്ട്രീയ പ്രചാരണോപാധികളാക്കുന്നുവെന്ന് പ്രദീപ് കുമാർ പയ്യന്നൂർ. സംസ്കാര സാഹിതി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം സാഹിതീയം സാംസ്കാരിക സദസ്സ് നടന്നു. നിഷ്പക്ഷതയും നീതിയും പുലർത്തേണ്ട സാംസ്കാരിക സ്ഥാപനങ്ങളായ അക്കാദമികളെ പാർട്ടി പ്രചരണത്തിനുള്ള ഉപാധികളാക്കി ഇടതു സർക്കാർ അധപ്പതിപ്പിച്ചിരിക്കുകയാണെന്ന് കേരള ഫോക്ലർ അക്കാദമി മുൻ സെക്രട്ടറിയും KPCC സംസ്കാര സാഹിതി സംസ്ഥാന വൈസ് ചെയർമാനുമായ പ്രദീപ് കുമാർ പയ്യന്നൂർ ആരോപിച്ചു. കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം സംസ്കാര സാഹിതി സംഘടിപ്പിച്ച സാഹിതീയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ട ഏതെങ്കിലും ഒരു തെയ്യം കലാകാരന് ഒരു ശ്രമം വന്നാൽ, പാവപ്പെട്ട ഒരു പുരക്കളി കലാകാരന് എന്തെങ്കിലും ഒരു ചികിത്സാ സഹായത്തിന് അങ്ങോട്ട് പോയാൽ ഫണ്ടില്ല എന്നുള്ള മറുപടികളാണ് അക്കാദമിയിൽ നിന്ന് കേൾക്കുന്നത്. ഇന്ന് ഞാനിപ്പോൾ വാട്സപ്പിൽ ഒരു നേമൻ പുഷ്പരാജ് ലളിതകലാ അക്കാദമിയുടെ മുൻ ചെയർമാൻ CPMൻ്റെ നേതാവ് അതിൻ്റെ ഒരു അഭിമുഖം കണ്ടു. അക്കാദമികളൊന്നും പ്രവർത്തിക്കുന്നത്, സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തനങ്ങൾ പാടെ തകിടം മറിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പം ഇത്തരം സർക്കാർ സ്പോൺസേഡ് കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകന്മാരും കവികളും നാടക പ്രവർത്തകരും സിനിമാ പ്രവർത്തകരും ഒക്കെ അരങ്ങ് വാഴുന്നിടത്താണ് ഞങ്ങൾ കഴിഞ്ഞ 9 വർഷമായി നിരന്തരമായി സാംസ്കാരിക ജാഥകൾ നടത്തിക്കൊണ്ട് വർഗീയ ഫാസിസത്തിനും കേരളത്തിലെ രാഷ്ട്രീയ ഫാസിസത്തിനും എതിരായുള്ള സന്ദേശങ്ങൾ ജനഹൃദയങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയ സാംസ്കാരിക യാത്രകളൊക്കെ തന്നെ ജനങ്ങളേറ്റു വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. നിയോജകമണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് KC ബിജു കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ചെയർമാൻ ബഷീർ ആറങ്ങാടി മുഖ്യപ്രഭാഷണവും ജില്ലാ ജനറൽ സെക്രട്ടറി ദിനേശൻ മൂലക്കണ്ടം സംഘടനാ വിശദീകരണവും നടത്തി. കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കഥാകൃത്ത്, സിനിമ, കവയിത്രി സിജി രാജൻ കാഞ്ഞങ്ങാട്, നൃത്ത സംവിധായകൻ വെള്ളിക്കോത്ത് ശ്രീരേഷ് രത്നാകരൻ, എഴുത്തുകാരൻ രാമകൃഷ്ണൻ മോനാച്ച എന്നിവരെ സംസ്ഥാന ഉപാധ്യക്ഷൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. V സരോജിനി ടീച്ചർക്ക് ആദ്യ അംഗത്വം നൽകി അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്തു. V ഗോപി, M കുഞ്ഞികൃഷ്ണൻ, KP ബാലകൃഷ്ണൻ, KP വിവേക്, NK ബാബുരാജ്, ഉമേശൻ കാട്ടുകുളങ്ങര, ദിവ്യ ജിതിൻ, ബാലാമണി, ടോംസൺ ടോം, ശശി വെള്ളിക്കോത്ത്, പത്മരാജൻ ഐങ്ങോത്ത്, രാജീവൻ, നിയാസ് കുശാൽ നഗർ, രാജൻ തെക്കേക്കര, രാധാകൃഷ്ണൻ കാനത്തൂർ, മനോജ് ഉപ്പിലിക്കൈ, പുരുഷോത്തമൻ നെല്ലിക്കാട്ട്, സുരേഷൻ കുശാൽ നഗർ, ഭാസ്കരൻ K തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് അടുക്കത്ത് ബയൽ GUP സ്കൂളിൽ കവർച്ച. ഓഫീസ് റൂമിലെ അലമാര കുത്തി തുറന്ന് 5000 രൂപ കവർന്നു. ചെറുവത്തൂർ വീരമലക്കുന്നിടിഞ്ഞ് ദേശീയപാതയിൽ വീണു. വാഹനയാത്രികർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തെരുവ് കച്ചവടക്കാരെ ഇനിയും പുനരധിവസിപ്പിക്കാനായില്ല. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിട സമുച്ചയം. കേന്ദ്ര സർവകലാശാലയിലെ ഹിന്ദി ഗവേഷക വിദ്യാർത്ഥിനി റൂബി പട്ടേലിന്റെ മരണം. അന്വേഷണം ഊർജിതമാക്കണമെന്ന് സഹോദരി ഡോക്ടർ ആശാറാണി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ വിദ്വേഷ പ്രചരണം. കാസർഗോഡ് ജില്ലയിൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മഞ്ചേശ്വരം ദേശീയപാതയോരത്തെ കെട്ടിടങ്ങളിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നതായി പരാതി. ജനങ്ങൾ ആശങ്കയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.